അത് കണ്ട ഇത് കണ്ടാടാ ലിജോനെ സോയ ഇത് നമ്മുടെ മയില് വന്ന് തിന്നിട്ട് പോണതാ. കണ്ട മയില് വന്നെല്ലാം കൊത്തി പൊട്ടിക്കുക. ഇവിടെ സോയ പയറിൻ്റെ വിളവെടുപ്പാണ്. ആദ്യമായിട്ട് നമ്മുടെ ഫാമിലുണ്ടായ സോയ പയറിൻ്റെ വിളവെടുപ്പ്. നമ്മുടെ നാട്ടിലും സോയ ഉണ്ടാവും. നല്ല മൂത്ത പയറ് നമുക്ക് പൊട്ടിച്ചതിൻ്റെ പൊളിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇങ്ങനെ ഒരെണ്ണം പൊളിച്ചടി പിടിക്കടി നല്ല ആരോഗ്യത്തിൽ പിടിക്കും, മുറുക്കി പിടിക്കി. ഇത് പിടിച്ചോ അവിടെ അങ്ങോട്ട് കഴിച്ചു മുട്ടി. ഇത് ഇവിടെ ഇവിടെ പിടിക്ക്. ഇതേ ചെറുത് ഇത് പിടിക്കും. ഇത് വെച്ചിട്ട് കുറച്ച് ഞങ്ങൾക്ക് നോക്കട്ടെ കറി. നാളെ പൊട്ടിച്ച പോരെ. അത് വെച്ച് നോക്ക്. ഒരു മൂപ്പില്ലാത്ത ചേട്ടൻ പൊളിച്ചത് കാണിച്ചേ. ഒരെണ്ണം പൊളിച്ചടി അതിന്റെ ഇല്ല. ഇതിങ്ങനെ ഉണ്ടല്ലോ, ഇതിങ്ങനെ എടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ നാലായിട്ട് പൊളിക്കുക. അതെങ്ങനെയാ ഇതിന്റെ കളയണ്ടേ? ഇതൊക്കെ മൂത്തെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. മൂത്ത് ഇങ്ങനെ ഉപ്പേരി ഉണ്ടാക്കാൻ അധികം മൂക്കാൻ പാടില്ല. വലിയ അതിന്റെ മണി എടുത്താൽ മതി. ഇത് സാധാരണ എന്നെ കറി വയ്ക്കണവരാ. ഇതിങ്ങനെ എടുത്തിട്ട് ഇത് നാലായിട്ട് പൊളിക്കുക. എന്നിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിയുക. ഇത് പാകാട്ടാ. ഇത് മൂത്തട്ടില്ലേ, അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, കാന്താരി മുളക്, കുറച്ച് ജീരകം, കുറച്ച് നാളികേരം എല്ലാം കൂടി ഇട്ട് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. എന്നിട്ട് ഇത്തിരി കടുക് വറുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് മുപ്പിച്ച് നല്ലോണം ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ബസ്റ്റ് കറിയാണിത്. സോയകൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ആദ്യമായിട്ട് കറി വെച്ച് നോക്കാനായിട്ട് പൊട്ടിച്ചതാട്ടാ. കൃഷി ചെയ്തിട്ട് ആദ്യമായിട്ട് വിളവെടുപ്പ് എടുത്തിരുന്നു. ചിലതൊക്കെ മൂത്ത് തുടങ്ങി. മൂത്തത് ഇങ്ങനെ ഇരിക്കുക. ഒരുപാട് മയില് വരുന്നുണ്ട്. മയില് വന്ന് പണി തന്നിട്ട് പോകണം. ഇതൊക്കെ മയില് വന്നാലും ഇങ്ങനെ ഇവിടെ ഇരിക്കും. ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ